നമസ്കാരം. സ്കിൽഡ് പ്രൊഫഷണൽസിന് നൽകുന്ന H-1B വിസയിലും സ്ഥിരതാമസത്തിനുള്ള ഗ്രീൻ കാർഡ് സംവിധാനത്തിലും വലിയ മാറ്റങ്ങൾ വരുത്താൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പദ്ധതിയിടുന്നു. വേതനാധിഷ്ഠിത കുടിയേറ്റത്തിനും മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ള തെരഞ്ഞെടുപ്പിനും ഊന്നൽ നൽകുന്ന രീതിയിലേക്കാണ് മാറ്റം വരുത്തുക. നിലവിലെ ലോട്ടറി സമ്പ്രദായം മാറ്റി കൂടുതൽ സെലക്റ്റീവ് മോഡൽ കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നത്. ഇത് ഇന്ത്യൻ പ്രൊഫഷണൽസുകളെ കാര്യമായി ബാധിക്കും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ലോട്ടറി സമ്പ്രദായം പരിഷ്കരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ താനും പങ്കാളിയാണെന്ന് US വാണിജ്യകാര്യ സെക്രട്ടറി ഹെവേർഡ് ലുട്നിക് പറഞ്ഞു. ഗ്രീൻ കാർഡ് ഉടമകളുടെ ശരാശരി വരുമാനം കുറവാണ് എന്നും അതിനാൽ മാറ്റം അനിവാര്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. H-1B വിസ സംവിധാനം ഒരു തട്ടിപ്പാണെന്നും അമേരിക്കൻ ജോലികൾ വിദേശികൾക്ക് നൽകുന്നത് ശരിയല്ല എന്നും ലുട്നിക് വിമർശിക്കുകയാണ്. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ലുട്നിക് പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ ഗ്രീൻ കാർഡ് മാറ്റാൻ പോകുന്നു. അമേരിക്കക്കാരൻ ഒരു വർഷം $75,000 സമ്പാദിക്കുമ്പോൾ ഗ്രീൻ കാർഡ് സ്വീകരിക്കുന്നയാൾ $66,000 നേടുകയാണ്. എന്തിനാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്? ഇത് ഏറ്റവും താഴെയുള്ളവരെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇത് മാറ്റാൻ പറയുന്നത്. അവിടെയാണ് ഗോൾഡ് കാർഡ് വരുന്നത്. അതോടൊപ്പം മികച്ച ആളുകളെ തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ തുടങ്ങും. അതിനുള്ള സമയമാണിത് എന്നും ഇതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. അമേരിക്കൻ തൊഴിലവസരങ്ങൾ വിദേശ തൊഴിലാളികൾക്ക് നൽകുന്ന ഒരു തട്ടിപ്പാണ് H-1B വിസ എന്നും വാണിജ്യകാര്യ സെക്രട്ടറി അഭിപ്രായപ്പെട്ടു. എല്ലാ മികച്ച അമേരിക്കൻ ബിസിനസ്സുകളുടെയും മുൻഗണന അമേരിക്കൻ തൊഴിലാളികളെ നിയമിക്കുക എന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ മാറ്റങ്ങൾ അനുസരിച്ച് H-1B ലോട്ടറി സമ്പ്രദായം ഒഴിവാക്കുകയും ഉയർന്ന വരുമാനം നേടുന്ന അപേക്ഷകർക്ക് വിസ നൽകുന്ന വേതനാധിഷ്ഠിത രീതി നടപ്പാക്കുകയും ചെയ്യും. ഇതിനായുള്ള കരട് നിയമം US ഓഫീസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് റെഗുലേറ്ററി അഫയേഴ്സ് അംഗീകരിച്ചിട്ടുണ്ട്. ഓരോ വർഷവും H-1B വിസകൾക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ യോഗ്യരായവരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ലോട്ടറി സമ്പ്രദായം നടത്തുന്നത്. ഇതുവഴി തുല്യ അവസരം നൽകാനും കോൺഗ്രസ് നിശ്ചയിച്ച എണ്ണം പാലിക്കാനും അധികൃതർ ശ്രമിക്കുകയാണ്. അപേക്ഷകരുടെ എണ്ണം കൂടുതലാണെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നറുക്കെടുപ്പ് നടത്തും. സാധാരണയായി മാർച്ച് മാസത്തിലാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. ഒരു വർഷം 65,000 വിസകളാണ് വിതരണം ചെയ്യുന്നത്. US സ്ഥാപനങ്ങളിൽ നിന്ന് ഉന്നത ബിരുദം നേടിയവർക്ക് 20,000 വിസകൾ അധികമായി ലഭിക്കുന്നതാണ്. നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മാത്രം പോരാ, വിസയ്ക്ക് ആവശ്യമായ എല്ലാ രേഖകളും നൽകി US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന്റെ പരിശോധനയിൽ വിജയിക്കുകയും വേണം. H-1B വിസ സ്വീകരിക്കുന്നവരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരായതിനാൽ ഈ നീക്കം ഇന്ത്യൻ പ്രൊഫഷണൽസുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. US ഇമിഗ്രേഷൻ ഡേറ്റ അനുസരിച്ച് പുതിയ H-1B വിസയുടെ 70% ഓരോ വർഷവും ഇന്ത്യക്കാർക്കാണ് ലഭിക്കുന്നത്. H-1B വിസ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. ഇത് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് എന്ന് ചിലർ അഭിപ്രായപ്പെടുകയും ചെയ്യുകയാണ്. വിദഗ്ധരായ വിദേശികളെ തടയുന്നത് അമേരിക്കയിൽ തൊഴിലവസരങ്ങൾ കുറയ്ക്കുകയും വിദൂര ജോലി അല്ലെങ്കിൽ ഔട്ട്സോഴ്സിംഗ് വഴി ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് തൊഴിലുകൾ മാറാൻ ഇത് കാരണമാകുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുകയാണ്.